തിരഞ്ഞെടുപ്പ് മുൻപുള്ള ബജറ്റ്, തിരഞ്ഞെടുപ്പ് ബജറ്റ് എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും. ഞാനിപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത വർഷം നടത്താൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. ഇത്തവണ ഇലക്ഷനിൽ മത്സരത്തിന് ഇറങ്ങുമോ? പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് VSന്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടും ഇരിക്കുന്നു. പിന്നെ മാധ്യമങ്ങളൊരു സൈഡൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. നമ്മുടെയൊക്കെ മക്കളൊക്കെ ജൻസിപ്പെടുന്നവരാണല്ലോ. സാറിൻ്റെ വീട്ടിലെ ജൻസികളുടെ സ്വഭാവം എന്താ? എൻ്റെ വീട്ടിലെ ജൻസികളൊക്കെ അവരുടെ ടാക്സ് ഞാൻ ഒരു ഘട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഓട്ടോറിക്ഷ തൊട്ടിട്ടില്ല. അവർക്ക് ടാക്സ് കൂട്ടുന്നത് ന്യായമെല്ലാം തോന്നിയത് കൊണ്ടാണ്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും ഈ പ്രവർത്തനങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ വിശ്വാസികൾ ലോകത്തെല്ലാവർക്കും നല്ലത് വരണമെന്നാണ് പറയുന്നതെങ്കിൽ ഈ വർഗീയവാദി നമുക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ തട്ടിക്കളയണം, അല്ലെങ്കിൽ അവർ തകരണം, അവർ പരാജയപ്പെടണമെന്ന് ചിന്തിക്കുന്നുണ്ട് പരസ്പരം. ഇത്രയും കാലം സഹപ്രവർത്തകയായിരുന്ന ഐഷ പൂറ്റിയാണ് എതിർവശത്ത് എതിരാളിയായിട്ട് നിൽക്കുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് ആളുകളുടെ മനസ്സിലുണ്ടാവും. വ്യക്തിപരമായ ബന്ധം ഉണ്ടാവില്ല. പക്ഷേ മോഹൻദാസ് കമ്മീഷൻ പറഞ്ഞത്, കമ്മീഷൻ പറഞ്ഞാൽ അതൊഴിച്ച് ബാക്കിയെല്ലാം സർക്കാർ അംഗീകരിച്ചു. അത് അംഗീകരിച്ചില്ല. അതൊഴിച്ച് ബാക്കിയെല്ലാം അംഗീകരിച്ചു. ആദ്യം ചോദിക്കാനുള്ളത്, കേരളം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത എന്ന് പറയും, ഇല്ലെങ്കിൽ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ധനക്കമ്മിലൂടെ, ഒരു പ്രത്യേകതരം സാമ്പത്തിക അവസ്ഥയിലൂടെയായിരുന്നു ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. സാറിൻ്റെ ഒരു 5 വർഷത്തെ ടേം ഇപ്പോൾ പൂർത്തിയാക്കി നിൽക്കുകയാണല്ലോ. ആ സമയത്ത് ശരിക്കും ഇതൊരു മുൾക്കിരീടം ചുമക്കലായിരുന്നു. ഈ 5 വർഷത്തെ അനുഭവം വളരെയേറെ ഒരു ടയറിംഗ് ആയിട്ടുള്ള, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ധാരാളം എക്സസൈസിൽ കൂടെയാണ് പോയത്. പക്ഷേ അത് മുൾക്കിരീടം ചുമക്കലാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എപ്പോഴും ഇത്തരം ഒരു വലിയ ബുദ്ധിമുട്ടേറിയ കാലത്ത് കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നതിനകത്തൊരു അഡ്വഞ്ചറും കൂടെ ഉണ്ട്. സത്യത്തിൽ ഒരു അഡ്വഞ്ചർ എന്നുള്ള വാക്കൊക്കെ ഫിനാൻസിൽ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പലപ്പോഴും ഈ ഒരു ഗർത്തത്തിലേക്ക് നിങ്ങളെ തള്ളിയിടുന്ന പോലെയുള്ളൊരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരും. മിക്കവാറും തീരുമാനങ്ങൾ അങ്ങനെയാവും. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല തുകകളും വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ഇപ്പോൾ GST റാഷണലൈസേഷൻ്റെ പേരിൽ വലിയ തോതിലുള്ള റേറ്റ് കട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അന്നേ അപകടമാണെന്ന് പറഞ്ഞിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ മുൻകൈ എടുത്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ ഒരു വർഷത്തെ വരുമാനം 2,30,000 കോടിയിൽ നിന്ന് 1,70,000 കോടിയായി കുറഞ്ഞു കഴിഞ്ഞ മാസം. ഇന്ത്യ ഗവൺമെൻറ് ആകെ അല്ല, ഇത് സ്റ്റേറ്റുകൾ കൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്യാപ്പ് വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ 3 മാസം, ലാസ്റ്റ് 3 മാസത്തേക്ക് നമുക്ക് 12,000 കോടി കിട്ടേണ്ടത് നിന്ന് 6,000 കോടിയായി കുറച്ചു. നമുക്കപ്പം ഒരു പെട്ടെന്ന് ബ്രേക്ക് പൊട്ടിയ പോലെ ആവുമല്ലോ. ആ ഒരു സാഹചര്യത്തിലും കളക്റ്റീവായിട്ട് ഇതിനെ എങ്ങനെ നേരിടും എന്നൊക്കെ ഉള്ളതിൻ്റെ റിസ്ക് ഉണ്ട്. അത് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു, ഞാനും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ ലോകത്തെ മിക്കവാറും എക്കണോമികളിൽ റിസഷനാണ്. ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലും അതെ. ഇപ്പം ഗൾഫിൽ ദുബായ് ആണ് കുറച്ച് ഒന്ന് വലിയ പ്രശ്നമില്ലാതെ പോയത്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ പിടിച്ചു നിൽപ്പ് അങ്ങനെ അതിനോട് സാമ്യപ്പെടുത്താം. കാരണം മറ്റു പല സ്റ്റേറ്റുകളിലെയും പ്രശ്നങ്ങൾ പോലെ കേരളത്തിലെ സാമ്പത്തിക രംഗം പുറകോട്ട് പോയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ GSDPയുടെ ഗ്രോത്തും പൊതു ഗ്രോത്തും ഒക്കെ ഒരു ഇന്ത്യൻ ആവറേജിനേക്കാളും മോശമല്ല, അല്പം മുന്നിലാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇടിച്ച് നിൽക്കുമെന്ന് ധരിച്ച ഒരു എക്കണോമി ഇത്രയും പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ ഒരു റിസ്ക്കും അതിൻ്റെ ഒരു ഫൈറ്റും അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ഒരു സംഘർഷമുണ്ട്. ആ സംഘർഷത്തിൽ കൂടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DAയും അവരുടെ ആനുകൂല്യം ഉൾപ്പെടെയൊക്കെയായിരുന്നു ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയായി കിടന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു. അതുൾപ്പെടെ പരിഹരിക്കാൻ ഈ അവസാന ബഡ്ജറ്റ് ആയപ്പോഴേക്കും നമുക്ക് പറ്റിയെന്നുള്ളത് വളരെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ സംഘർഷമൊക്കെ നമുക്ക് പിടിക്കണ്ട, കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും വകുപ്പൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സമാധാനത്തിലൊക്കെ ജീവിക്കായിരുന്നല്ലോ? വകുപ്പിൻ്റെ കാര്യവും സമാധാനത്തിൻ്റെ കാര്യവും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇതൊരു ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വർക്ക് ഏൽപ്പിക്കുന്നതാണ്. പക്ഷേ ഈ അമിതമായ തിരക്ക്, ഒരിക്കലും ധനമന്ത്രി ഗുഡ് ബോയ് ആവില്ല. ഒരിക്കലും ധനമന്ത്രി ഗുഡ് ബോയ് ആയില്ല. ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. ഇപ്പോൾ എപ്പോൾ ഇരിക്കുമ്പോഴും നമ്മുടെ ഓഫീസിൽ വരുന്ന ഫയലുകളും വിളിയും വിവിധ മേഖലകളിൽ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഈ ശരീരത്തിന് രക്തം പോലെ തന്നെ പ്രധാനമാണ് ഈ ഭരണത്തിൽ ധനം, അല്ലെങ്കിൽ ജീവിതത്തിൽ ധനം. അപ്പോൾ അത് ഏത് തരത്തിലും നമുക്ക് ആവശ്യങ്ങൾക്ക് എപ്പോഴും കൂടുതലുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പോലും പിന്നെ അടുത്ത കാര്യം അപ്പം ചോദിക്കും. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഏറ്റവും നെസസറി ഉള്ളതിനെ പ്രിഫറൻസ് കൊടുക്കണം.
അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. എന്നാൽ ഏതൊരു കാര്യത്തിലേക്ക് പോകാമെന്നൊന്നുമില്ല. പിന്നെ ഭയങ്കര പൊതുപ്രവർത്തകരൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ പലപ്പോഴും വരുമല്ലോ. ആ ഒരു പ്രഷർ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എല്ലാ മേഖലയിലും ഉള്ളത് പോലെ ഉണ്ട്. മീഡിയയിലും ഉണ്ടാവും, അത് മറ്റെല്ലാ മേഖലയിലും ഉണ്ടാവും. ഇത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരെ ധാരാളം ആളുകളുടെ മുഴുവനല്ലേ ഫിനാൻസ് ആകുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നും വരും. ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ല, നമ്മൾ നേരിട്ടല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇംപ്ലിമെൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കലവറക്കാരൻ്റെ ഒരു അവസ്ഥയാണ്. വിളമ്പുന്നവർക്ക് മാർക്കൊക്കെ കിട്ടും, നല്ല സ്വാദുണ്ട് കേട്ടോ, നല്ല കറിയാണ്, നല്ല പായസമാണ്. പക്ഷേ ഈ കലവറ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനയുക എന്ന് പറയുന്നത് ഒരു നിരന്തരമായിട്ട് ഒരു നല്ല ശ്രദ്ധ വേണ്ട ജോലി. ഒരു ദിവസം പോലും നമുക്കത് മാറി നിൽക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇപ്പം 5 വർഷം അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് ഇപ്പം തോമസ് ഐസക്കിനെയൊക്കെ പോലത്തെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കൈകാര്യം ചെയ്തെടുത്തൊരു വകുപ്പ്. അപ്പം അതിൻ്റെ ഒരു ആ വകുപ്പിലേക്കാണ് സാറ് വരുന്നത്. ഒന്നാം പിണറായി സർക്കാർ മാത്രമല്ല, അതിന് മുമ്പുള്ള സർക്കാരുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ 5 വർഷത്തിലേക്ക് വരുന്നത്. ശരിക്കും എന്തായിരുന്നു കേരളത്തിൻ്റെ ഈ 5 വർഷത്തെ അവസ്ഥ എന്ന് പറയുന്നത്? ധനസ്ഥിതി ഇല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ യഥാർത്ഥത്തിൽ എന്തായിരുന്നു കേരളം? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഞങ്ങൾ വരുന്ന ആദ്യ വർഷം ശമ്പള പരിഷ്കരണം വന്ന വർഷമാണ്. കോവിഡ് കഴിഞ്ഞിട്ട് എക്കണോമി വീണ്ടും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് വന്ന സമയത്ത് തൊട്ട് മുമ്പത്തെ ഏറ്റവും ലാസ്റ്റ് വർഷം 1,32,000 കോടിയാണ് ആകെ എക്സ്പെൻഡിച്ചർ. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 1,15,000 കോടിക്ക് അടുത്തുള്ളൂ. അവിടെ നിന്നിട്ട് ഒറ്റയടിക്ക് 1,62,000-63,000 കോടിയിലേക്കാണ് ഫസ്റ്റ് ഇയർ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 10,000-30,000 കോടി ബാധിച്ച് വരുന്ന കാര്യമാണ്, പഴയ കുടിശ്ശികയൊക്കെ. അത് മുഴുവൻ കൊടുക്കണം. നമുക്കപ്പോൾ ആ വർഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ടായിരുന്നു 19,000 കോടി രൂപ. അതുപോലെ തന്നെ ഈ GST കോമ്പൻസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ആ സമയത്തുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം നിന്നു. പക്ഷേ ഈ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിക്കൊണ്ടിരുന്ന പണം സെൻട്രൽ ഗ്രാൻഡ് ഒരു ഘട്ടത്തിൽ 31,000 കോടി കിട്ടുന്ന 6,000 കോടിയൊക്കെ കുറഞ്ഞു. ഇതൊരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് 3-ാം വർഷം ഇത് പൂട്ടിപ്പോവും എന്നാണ് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരുന്നത്. തേർഡ് ഇയർ, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഈ പറഞ്ഞ പ്രത്യേകതകളുണ്ടാണ്. 3-ാം വർഷം ഖജനാവ് പൂട്ടും, പേയ്മെൻറ്റ് ഡ്യൂസ് വരും, ഫെയിലിയർ വരും എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പ്രശ്നം എല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ആ സമയത്താണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പണം അവരെടുക്കുന്ന ബോറോയിങ് നമ്മുടെ ജനറൽ ബോറോയിങ് വന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിഫ്ബി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ഗവൺമെൻറ് ചെയ്യുന്ന പോലെയായി. പക്ഷേ അത് നിർത്താൻ പറ്റില്ല, അതിന് പണം കൊടുക്കണം. ഏകദേശം ഒരു വർഷം 8,000 കോടിയിലധികം 10,000 കോടിയോളം കിഫ്ബിയുടെ പല ഉത്തരവാദിത്തങ്ങൾ വരും. അത് മുഴുവനും നമുക്ക് കൊടുക്കേണ്ടി വന്നു. പെട്ടെന്നാണ് ഇവർ ഞാൻ പറഞ്ഞ ഫിനാൻസ് കമ്മീഷൻ്റെ തീരുമാനം ഉള്ളതാണ് ഈ പറഞ്ഞ RD ഗ്രാൻഡ് അത് നിന്നു. അല്ലെങ്കിൽ അവർ പറഞ്ഞ അത്രേ ഉള്ളൂ. ഈ GST കോമ്പൻസേഷൻ 12,000 കോടി ശരാശരി കിട്ടുമായിരുന്നു ഒരു വർഷം, അത് നിന്നുപോയി. ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് 57,000 കോടി രൂപയുടെ കുറവാണ് ഒരു വർഷം ഉണ്ടായത്. ടാക്സിൻ്റെ കാര്യം ഉൾപ്പെടെ, ടാക്സ്, GST കോമ്പൻസേഷൻ 12,000. ഞാൻ പറഞ്ഞ ഈ പിന്നെ RD ഗ്രാൻഡ് 19,000 കിട്ടിയിരുന്നു. കോവിഡ് സമയത്ത് നമുക്ക് ബോറോയിങ് ആകെ GSTPയുടെ 4.5%, 5% വരെ അനുവാദം ഉണ്ടായിരുന്നു. അതൊക്കെ താഴെ 3%, 3.5%. അപ്പോൾ എല്ലാം കൂടെ വരുമ്പം നമുക്കൊരു 57,000 കോടികളിലധികം രൂപയുടെ കുറവ് വന്നു. ആ സമയത്തും ഇതൊക്കെ ബാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്തത്, നമുക്ക് ടാക്സ് സ്വന്തമായിട്ട് നിശ്ചയിക്കാൻ പറ്റില്ല. ആകെ മദ്യത്തിനും പെട്രോളിനും ഡീസലിനും ഉള്ളൂ, അത് നമുക്ക് കൂട്ടാനേ പറ്റില്ല, കൂട്ടിയിട്ടുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെന്താ ഉള്ള കളക്ഷൻ കൃത്യമായിട്ട് കളക്ട് ചെയ്തെടുക്കുക, അതിനുള്ള ശ്രമം നടത്തി. നോൺ ടാക്സും നല്ലപോലെ വർദ്ധിച്ചു. എനിക്ക് അത് കൂടിയാണ് ചോദിക്കുന്നത്, നികുതി പിരിവിൽ നമ്മൾ ഏത് തരത്തിലാണ് അതായത് 3 വർഷം കൊണ്ട് ഇത് പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് നമ്മളിത് എങ്ങനെയാണ് അതിനെ ഈ 5 വർഷം പിടിച്ചു നിന്നത്? ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് കുഴപ്പമാണ് എന്നറിഞ്ഞാൽ അതനുസരിച്ച് പ്രിക്കോഷൻ എടുക്കാം. ഇത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ്, പൂട്ടിപ്പോവും. ഞാനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കൺസർവേറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നത്. എല്ലാം അങ്ങ് ശരിയാവുമെന്നല്ല, നമുക്കൊന്നും പിടിച്ച് നിന്നില്ലെങ്കിൽ പ്രശ്നം വരും എന്ന നിലയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഗ്രഹം അനുസരിച്ചും അനൗൺസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, പല മേഖലയിൽ കൊടുക്കാൻ നമ്മൾ ചെയ്യാം, നമുക്ക് അല്പം ഒരു സ്ഥിതി വരട്ടെ. കാരണം നിന്നുപോയി, പൂട്ടിപ്പോയി, ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിലൊരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് പോയത്. അതിൻ്റേതായ കാര്യമുണ്ട്. പിന്നെ ഫിനാൻസിലെ നല്ലൊരു ടീമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ വേണ്ടി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഒരു ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തും. പിന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിനകത്ത് വളരെ അവെയറായിട്ടുള്ള അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഞങ്ങൾ പറയും. നികുതി പിരിവിലും ഒക്കെ നമ്മൾ ഏത് തരത്തിൽ ഇടപെട്ടു? നികുതി പിരിവിനകത്ത് പരമാവധി കളക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ? സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. GST വന്നപ്പം ഈ ഡെസ്റ്റിനേഷനിലേക്കാണല്ലോ കേരളത്തിൽ സാധനം മേടിച്ചാൽ ഇവിടെ ടാക്സ് കിട്ടണം.
അപ്പോൾ ഇ വേ ബില്ല് അവിടുന്ന് സാധനം അയക്കുമ്പോൾ അവർ കൃത്യമായി ഇ വേ ബില്ലിൽ എഴുതിയില്ലേ നമുക്ക് കിട്ടില്ല. അതായത് നിങ്ങൾ കുറച്ച് തുണി പോയിട്ട് തമിഴ്നാട്ടിൽ പോയി മേടിച്ചു, ഒരു ഹോൾസെയിലർ, അതിൻ്റെ സ്ഥലം ഇപ്പോൾ കേരളത്തിൽ കൊട്ടാരക്കരയിലെ ഇന്ന കടയ്ക്കെന്ന് എഴുതിയില്ലെങ്കിൽ, മേടിച്ച ബില്ല് കൊടുത്താൽ കൊട്ടാരക്കരയിലെ ഇന്ന കര കേരള എന്ന് എഴുതിയില്ലെങ്കിൽ അതിൻ്റെ ടാക്സ് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇത് നിർബന്ധമാക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ ശ്രമം നടത്തി. 2, ഈ ഓൺലൈൻ ട്രേഡേഴ്സ് ഇല്ലേ, നമ്മുടെ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, അവർ സാധനം വിൽക്കുന്നതിനും നമ്മൾ കേരളത്തിലെ വിൽക്കുന്നതെന്നുള്ള അഡ്രസ്സ് കാണിക്കണം എന്നുള്ളതും അതിൻ്റെ വലിയ ഫൈറ്റ് നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ വെച്ചു. അപ്പോൾ കേരളത്തിൽ വരാനുള്ള അങ്ങനത്തെ ടാക്സ് അടയ്ക്കാത്തവർക്ക് നല്ലപോലെ പരിശോധിക്കുകയും അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് ഫൈനും കേസും ഒക്കെ വരുന്ന സ്ഥിതി വരുമ്പം റെഗുലറാക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഇതുപോലുള്ള കാര്യങ്ങൾ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നല്ലാതെ തന്നെ വേറെ ടെക്നിക്കൽ കാര്യങ്ങൾ കുറേ ഉണ്ട്. ഇപ്പോൾ റിവേഴ്സൽസ് എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. VSSCയുടെ അവിടെ ഒരു 2000 കോടിയുടെ യന്ത്രം മേടിച്ചു ഒരു വർഷം ഇരിക്കട്ടെ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ മറ്റു മെഡിക്കൽ കോളേജിലോ പ്രൈവറ്റ് ഇപ്പോൾ വലിയ ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രിയിൽ അവർ ഒരു 100 കോടിയുടെ 200 കോടിയുടെ എക്യുപ്മെൻറ്റ് മേടിക്കുന്നു. അതിന് ടാക്സ് ഇല്ല, കാരണം എക്സംപ്റ്റഡാണ് ഇതൊക്കെ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ. പക്ഷേ ഇവർ അവിടുന്ന് മേടിച്ചാൽ അവിടെ ടാക്സ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ പ്രാഥമിക ടാക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മേടിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളിവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് മേടിച്ചു, അവിടുന്ന് ഞങ്ങൾ ഇത്ര ടാക്സ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ സാധനങ്ങൾ അത് കാണിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ അടച്ച ടാക്സ് നമുക്ക് കിട്ടും. KSEB അത്ര വലിയ കൺസ്യൂമറാണ്, കാരണം അവർക്ക് വലിയ എക്യുപ്മെൻ്റ് ഒക്കെ മേടിക്കാറുണ്ട്. ഞങ്ങൾ ആദ്യത്തെ വർഷം 1000 കോടി രൂപയാണ് റിവേഴ്സൽ വഴി കിട്ടിയത്. ഇത് കണ്ടുപിടിക്കാതിരിക്കുന്ന സാധനമാണ്. ഈ റിവേഴ്സൽ നോക്കി കണ്ടുപിടിച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ പോയി ഓരോന്നിൻ്റെ പിന്നാലെ പോയി റിവേഴ്സൽ തന്നെ പ്രത്യേകം നോക്കാൻ വേണ്ടി അതൊരു നല്ല ഹൈക്കാണ്. അതിനുശേഷം എല്ലാ വർഷവും ആ റിവേഴ്സൽ പ്രത്യേകം നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷം റിവേഴ്സൽ വലിയ തുകയാണ് വന്നത്. KSEBയുടെ തന്നെ വലിയ നല്ല തുക വന്നു. VSSCയുടെ ആണ് ഏറ്റവും വലിയ തുക വന്നത്. അവരുടെ വില കൂടിയ വലിയ എക്യുപ്മെൻറ്റുകളാണല്ലോ R&D വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓരോ മേഖലയിലും എന്തൊക്കെ ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് സാധനങ്ങൾ കടന്നു വരുന്നതിനെ സംബന്ധിച്ച് നോക്കി, അങ്ങനെ കുറേ ഹോംവർക്ക് നടത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയുള്ളൊരു 5 വർഷം ഇന്ന് നമുക്ക് കണക്കാക്കാം. ബാക്കിയുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. 5 വർഷത്തെ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? എൻ്റെ ഒരു അസസ്മെൻറ്റ് അടുത്തൊരു 5 വർഷം ഈ കഴിഞ്ഞ 5 വർഷത്തെക്കാളും അതിനു മുമ്പുള്ള 5 വർഷത്തെക്കാളും വളരെ ബെറ്റർ ആയിരിക്കും. കോവിഡിൻ്റെ അസുഖങ്ങളുടെ പ്രശ്നം പ്രളയം ഉണ്ടല്ലോ ആദ്യം, പിന്നത്തെ 5 വർഷം വന്നപ്പോഴത്തേക്ക് എല്ലാ പണവും വെട്ടിക്കുറച്ചു. ഇപ്പം ഫിനാൻസ് കമ്മീഷൻ്റെ തുകയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 1.92% കിട്ടിയിരുന്നുള്ളൂ. 10th ഫിനാൻസ് കമ്മീഷനിൽ അത് 3.82 ആയിരുന്നു എന്നൊക്കെ ഇപ്പം ഞങ്ങൾ പറഞ്ഞിപ്പം ധാരാളം പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ ഫിനാൻസ് കമ്മീഷൻ 2.5 ആയിരുന്നു, അതാണിപ്പോൾ 1.92. ഇതിപ്രാവശ്യം ഞങ്ങൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി കണക്കുകൾ കൊടുത്ത് കേരളം ആകെ ഒരുമിച്ച് നിന്ന് അതിപ്പോൾ 2.38 ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ഇൻക്രീസ് വന്നു. ഒരു 17,000 കോടി വരും. ഇത്രയൊന്നും അത്രയും വരും. നേരത്തെ ഉള്ളതിന് അത്രയും കിട്ടുവാണെങ്കിൽ 25,000 കോടി കിട്ടിയത്, 27,000 കോടി കിട്ടിയത്, എന്തായാലും ഇത്രയും വന്നു. പക്ഷേ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്ന സമ്പ്രദായം നേരത്തെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തലാക്കി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കേരളത്തിന് കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു സിംഗിൾ ഇയർ ഒരു ഫിനാൻസ് കമ്മീഷനുണ്ട്, അതുപോലെ 5 ഇയറും. അത് രണ്ടുകൂടെ ചേർത്ത് 53,000 കോടി കിട്ടിയതാണ്. ഒരു വർഷം ശരാശരി 10,000 കോടി കിട്ടിയതാണ്. ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിനും. അപ്പോൾ ഏതായാലും കേന്ദ്രമന്ത്രിസഭ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് RD ഗ്രാൻഡിനെ പറ്റി ഫൈനൽ തീരുമാനം സപ്പോർട്ട് ചെയ്തിട്ടില്ല, നോട്ടഡെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് മറ്റും വരില്ല. കാരണം 2-3 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ RD ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്ന, കേരളം മാത്രം 50,000 കോടി കിട്ടിയിരുന്ന, നമ്മുടെ ഷോർട്ടേജ് വരുന്നതിന് തരുന്നതാണല്ലോ, ആ പണം ഈ പെട്ടെന്ന് ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെ വരുമ്പം ആ RD ഗ്രാൻഡ് ഇല്ലാത്തതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്. എന്നാലും ഇതെല്ലാം കിട്ടാതിരുന്നാലും ഞാനിപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത വർഷം നടത്താൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. കാരണം അതിനുള്ള റവന്യൂ അത്യാവശ്യം കാര്യങ്ങൾ കണക്കുകൂട്ടലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആകെ നമുക്കുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DAയുടെ കുടിശ്ശിക മാത്രമാണ്. ആ DA കുടിശ്ശിക അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ 2-3 ഗഡുവായിട്ട് കൊടുക്കാനും പറ്റും. അതിനുള്ള സംവിധാനമുണ്ട്, പണമെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ കുറവ് വന്നത് ഈ RD ഗ്രാൻഡിൻ്റെയാണ്. പക്ഷേ RD ഗ്രാൻഡിൻ്റെ കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫൈനലൈസ് ചെയ്യുമ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു വ്യത്യാസം വരുമെന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ ഈ സാധാരണഗതി ഞാൻ പറഞ്ഞല്ലോ, 3ാമത്തെ വർഷം തകർന്നു പോകും, 3 വർഷം സ്റ്റാഗ്നേഷനായി. 4ാമത്തെ വർഷം 1,60,000 കോടി എന്നുള്ളത് 1,73,000 കോടിയായി. 5ാമത്തെ വർഷം ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അത് 1,95,000 കോടിയാവും. എന്ന് പറഞ്ഞാൽ ഒരു 20,000-22,000 ഇൻക്രീസ് ഒരു വർഷം വന്നു.
അടുത്ത വർഷം സാധാരണഗതിയിൽ അത് വരും. അതിൻ്റെ കൂടി പറഞ്ഞ ഡിഫറൻസസ് വരും. അങ്ങനെ വരുമ്പം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. കേരളം അടുത്തൊരു 5 വർഷം കൊണ്ട് കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും ഫിനാൻഷ്യലി എന്നാണ് എൻ്റെ ധാരണ. അടുത്ത ഭരണത്തിൽ ധനമന്ത്രിയെ കയറിയാൽ കുറച്ചുകൂടെ ആശ്വാസം. അടുത്ത ഘട്ടത്തിലെ ധനമന്ത്രിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയി. കാരണം ഏറ്റവും ബിറ്ററായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പൊസിഷനായിരുന്നു ഇപ്പോഴത്തെ ഈ 5 വർഷക്കാലം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി നമുക്ക് ബജറ്റിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ ബജറ്റ് അല്ലെങ്കിലും ഒരു മിനി ബജറ്റിൻ്റെ സ്വഭാവമുള്ള കുറേ പ്രഖ്യാപനങ്ങൾ വരുന്നു. അതിനുശേഷം നമുക്ക് ഇപ്പോഴത്തെ ബജറ്റിലേക്ക് വരും. നമുക്ക് ആദ്യം ഇതിനകത്തെക്കുറിച്ച് നൂതനാശയങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇപ്പോൾ മെനോപോസ് ക്ലിനിക്ക്, അതുപോലെ കുട്ടികൾക്കുള്ള ഇൻഷുറൻസ്, അപകടത്തിനുള്ള ഇൻഷുറൻസ് തുടങ്ങിയ അങ്ങനെ പിന്നെ മറ്റേ കോളേജ് വിദ്യാഭ്യാസത്തിനുള്ള സൗജന്യമായിട്ടുള്ള അങ്ങനത്തെ തുടങ്ങിയ എങ്ങനെയാണ് അത്തരൊരു നൂതനാശയങ്ങളിലേക്കും കൂടെ എത്തുന്നത്? അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഇത്തരം നൂതനാശയങ്ങളും കൂടെ അതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ, എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിനകത്തേക്ക് എടുക്കാൻ. അത് എല്ലാ ബഡ്ജറ്റിലും ഞാൻ സ്വീകരിച്ചൊരു സമീപനം കുറേ വ്യത്യസ്തമായ ആളുകളുടെ അഭിപ്രായം കേൾക്കും. അത് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് മാത്രമല്ല. ഇപ്പം നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുമ്പം നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഒരാശയം കിട്ടിയാൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കുറച്ചുകൂടെ വന്നിട്ട് അത് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും. നല്ലൊരു കാര്യമാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ പല ആളുകളിൽ നിന്നും പല ആശയങ്ങളും കിട്ടും. ഇതിനകത്ത് ഈ മൈന്യൂട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് കഴിഞ്ഞ പറഞ്ഞു. മെൻസ്ട്രൽ കപ്പ് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല, വലിയ തുകയുടെ അല്ല, അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് നാഷണൽ ലെവലിൽ തന്നെ നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടു. നമ്മളത് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ അത് നടപ്പിലാക്കി. പണ്ടൊക്കെ ഈ മെൻസ്ട്രൽ കപ്പ്, മെനോപോസ് എന്നൊക്കെ പറഞ്ഞാൽ ആരും പറയുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും പിന്നെ അങ്ങനെ ഓപ്പണായിട്ട് പറയാവുന്ന കാര്യമാണ് അല്ല. ഇപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ വളരെ കാര്യമായിട്ട് ആൾക്ക് ഇതെല്ലാം വലിയ. ഞാൻ സ്കൂളിൽ ഈ കാര്യം സംബന്ധിച്ച് കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്യുമ്പം എനിക്ക് കുട്ടികളൊന്ന് മേടിക്കുമോ എന്നാണെന്ന് എൻ്റെ തോന്നുന്നില്ല. പക്ഷേ അത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കുറച്ചുകൂടെ സുതാര്യത. അപ്പം ഈ ആശയങ്ങളെപ്പറ്റി പറയുമ്പം ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനകത്ത് കുറേയേറെ ചെറിയ സെക്ഷൻ ആളുകൾ സാധാരണ അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൺവെൻഷനലായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ തുക അതിനാണ്. മറ്റേ സ്ത്രീ സുരക്ഷാ പദ്ധതി, വർക്ക് കണക്ട് വർക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇതില്ലാതെ വഴിയിൽ ആക്സിഡൻറ്റ് പറ്റി വീഴുന്ന ഒരാളെ അപകടത്തിൽപ്പെട്ടാൽ ആരും തിരിഞ്ഞു നോക്കാതെ മരിക്കുന്ന അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആദ്യത്തെ കുറച്ച് സമയം ഗവൺമെൻറ് വേറെ പണമില്ലേ പോലും ചെയ്യുന്നത്. അത് കേരളത്തിൽ അതൊരു വിപ്ലവകരമായ കാര്യമാണ്. ഒരാളും പണമില്ലാത്തതിൻ്റെ പേരിൽ ആശുപത്രിയിൽ ആരും എടുത്തുകൊണ്ട് പോയി ഓപ്പറേഷൻ കിട്ടാത്തതിന് മരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ ഇൻഷുറൻസ്. അത് ഭയങ്കര തുകയുടെ മാത്രമല്ല, ഈ കുട്ടികൾക്ക് അങ്ങനെയുള്ള കുട്ടികളുണ്ട്. പലപ്പോഴും ഈ അപകടം പറ്റിയാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത, ചികിത്സയ്ക്ക് പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. ഹിറ്റ് ആൻഡ് റൺ കേസസ് ധാരാളം ഇഷ്ടംപോലെ. അപ്പോൾ ആ കാര്യം നമ്മൾ വെച്ചത് അങ്ങനെ അത്തരം ചില ഡിസ്കഷനിൽ നിന്ന് കിട്ടിയത് ആശയം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ മേഖല പിന്നെ അതുപോലെ ഈ നമ്മുടെ ഹരിതകർമ്മസേന പോലുള്ള മേഖലയുണ്ട്. അവർക്കൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒരുപക്ഷെ അവരുടെയും കൂടെ സഹായത്തോടെ ഇരിക്കും. കളക്റ്റീവ് ആകുമ്പോൾ ചെറിയ തുക മതി. മരണം, അത്യാവശ്യ കാര്യങ്ങൾ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ചെറിയ ഫാമിലീസിനെ താങ്ങാൻ പറ്റുന്ന കാര്യത്തിന് ഒരു ചെറിയ സംരക്ഷണം കിട്ടും. ഓട്ടോറിക്ഷ മേഖല എടുക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ മേഖലയിൽ അവർക്ക് വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരാണ്. അപ്പോൾ അവരുടെ കാര്യം സാധാരണ പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ വരാറില്ല. പക്ഷേ അവർക്ക് ഒരു ഓട്ടോറിക്ഷ മേടിക്കുന്നതിന് 40,000 രൂപ ഒരു സബ്സിഡി കൊടുക്കുക, ഇലക്ട്രിക് ഓട്ടോറിക്ഷയൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിന്. ഓട്ടോറിക്ഷ മേടിക്കുന്നതിന് നാഷണലൈസ്ഡ് ബാങ്ക് വഴി എടുക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പലിശ സബ്സിഡി 2%. അത് വലിയൊരു ആശ്വാസമാണ്. ഇന്ന് രാവിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വന്നിരുന്നു. ഞങ്ങളെ ഇങ്ങനെ ഇതുവരെ കേരളത്തിലെ ബഡ്ജറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞല്ലോ, ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ അവരുടെ ടാക്സ് ഞാൻ ഒരു ഘട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഓട്ടോറിക്ഷ തൊട്ടിട്ടില്ല. അത് കാരണം അവർക്ക് ടാക്സ് കൂട്ടുന്നത് ന്യായമെല്ലാം തോന്നിയതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ കുറച്ചുകൂടി അവർക്ക് ഇരിക്കാൻ പറ്റുന്നതിനും ചാർജിങ് സൗകര്യമൊക്കെ ഉണ്ടാവുക. ഗിഗ് തൊഴിലാളികളുടെ ഇതേപോലൊരു മേഖലയാണ്. ഗിഗ് തൊഴിലാളികൾക്ക് വാസ്തവത്തിൽ പാവങ്ങളായിട്ടുള്ള തൊഴിലാളികൾ, അവർക്ക് ഭയങ്കര പ്രഷറുള്ള പണിയാണ്. അവർ ഇടവേളകളിൽ പോയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ കീഴിൽ നിൽക്കുക, ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം പോലും ഇല്ല. ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരികളും ഇപ്പോൾ രംഗത്തുണ്ട്. അപ്പോൾ അവരിങ്ങനെ വഴി നീളെ ഏതെങ്കിലും മരത്തിൻ്റെ കീഴിൽ പോയി നിൽക്കുക എന്നല്ലാതെ ഒരു സൗകര്യമില്ല. അപ്പോൾ അവരുടെ കാര്യത്തിൽ പരിഗണിക്കാൻ വേണ്ടി വെച്ചു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ
സമൂഹത്തിലെ ചില മേഖലകളിലെ ആളുകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ആശാ, അംഗൻവാടി തുടങ്ങിയവർക്ക് മൈക്രോ ലെവലിലെ ഇടപെടലായിട്ട് അതെ, അത് അവരുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ച 1000 കോടി രൂപയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി നിർത്തും എന്നുള്ള ഉറപ്പാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ധാരാളം സ്ത്രീകൾ, അവർ 100 പേരൊക്കെ ഒരു വാടി കാണും, സ്ത്രീകളാണ് കൂടുതലും. അവർക്ക് കുറച്ച് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാക്കണ്ടേ. അതിന് 1000 കോടി നമുക്കിപ്പോൾ സ്പെയർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം 1000 കോടി ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഫോർ കേരള. പക്ഷേ നമ്മൾ 1000 കോടി രൂപ മാറ്റിവെച്ചു. അത്രയും ഗ്രാമങ്ങളിൽ അത്രയും വീടുകളിൽ അത് കാര്യം ചെയ്യും. ഒരു വശത്ത് വിദേശത്തുനിന്ന് പാലിറക്കുമതി ഉൾപ്പെടെ അനുവദിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ട് ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ ജീവിതം ഇല്ലാതാക്കുന്നു, ട്രംപിൻ്റെ പോളിസി അംഗീകരിക്കുന്നത്. മറുവശത്ത് നമ്മൾ ഈ പണമില്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ കരുതുന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സമ്പത്തുള്ളതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഈ മിനറൽസിൻ്റെ കാര്യത്തിനകത്ത് ക്രിട്ടിക്കൽ മിനറൽസ്, അത് ബഡ്ജറ്റിൽ കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ ഒരു ഇടനാഴി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരല്ല. ഈ മാഗ്നറ്റും മറ്റും ഉണ്ടാക്കുന്നതിന് പറ്റുന്ന ഏറ്റവും ലോകത്ത് ഡിമാൻഡുള്ളത് ഇപ്പം മാഗ്നറ്റുകൾക്കൊക്കെയാണ്, ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ. അതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംഗതി, അതിനുള്ള മണ്ണ് നമുക്കുണ്ട്, കരിമണലും മറ്റു മണലും ഉണ്ട്. പിന്നെ അതുപോലെ ഷിപ്പുമായി ബേസ്, വിഴിഞ്ഞുമായി ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ജനറലി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ന്യൂ ടെക്നോളജി, പുതിയ കാര്യങ്ങൾ. ഇത് ഈ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും എല്ലാ വർഷത്തെ ബഡ്ജറ്റിലും കൂടുതൽ കാര്യങ്ങൾ പറയാറുണ്ട്. കാര്യം അതിനകത്താണ് ഈ മെനോപ്പസ് ക്ലിനിക്കും ഒക്കെ വന്നത്. അതും ആശയങ്ങൾ കിട്ടുന്നതാണ്. മെനോപ്പസ് ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നം കൂടിയാണ് എന്ന് ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് അറിയുന്നതിന് അത്രയും പുരുഷന്മാർക്ക് അറിയില്ല എന്നുള്ളത് സത്യമാണ്. അതൊരു മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന ഒത്തിരി മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളും കൺസൾട്ടേഷനും ഒക്കെ വേണമെന്നാണ് അറിയുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ചൊരു ആശയം വന്നു, അത് നമ്മളതിനകത്ത് വെച്ചു. അത് വലിയ തുകയുടെ അല്ല, പക്ഷേ അതൊരു ആശയത്തിൻ്റെയാണ്. അതൊരു നല്ല അക്സെപ്റ്റൻസ് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും വെക്കുക. അതോടൊപ്പം തന്നെ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതൊക്കെ ധാരാളം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് പൊതുവിൽ നമ്മൾ ചെയ്യുന്നൊരു തുടർച്ചയായിട്ടുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. ഒരു തരത്തിൽ തിരഞ്ഞെടുപ്പ് മുൻപുള്ള ബജറ്റ്, തിരഞ്ഞെടുപ്പ് ബജറ്റ് എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നതും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പം പലതരത്തിലും, അതായത് അമ്മമാർ മരിക്കുന്ന കുറവുള്ള സംസ്ഥാനമായിട്ടുണ്ട്, ശിശുക്ഷേമത്തിൻ്റെ ഇൻഡെക്സിലെല്ലാം നമ്മൾ ടോപ്പിലാണ്. ഇത്രയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതിനെ പിടിച്ചു നിർത്താനും, ഇല്ലെങ്കിൽ ഇങ്ങനെ മൈക്രോ ലെവലിലുള്ള ആൾക്കാരിലേക്ക് വരെ വികസനം എത്തിക്കാനും, ഇല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൽ മെച്ചമുണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തുന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സാറ് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ഷേമ പെൻഷൻ ഇത്ര വർദ്ധിപ്പിച്ചിട്ട് പോലും ജനങ്ങൾ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളൊരർത്ഥത്തിൽ, അതായത് ജനങ്ങൾ ഇടതുപക്ഷത്തിന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, അത് ആയിപ്പോയി, അതുകൊണ്ടാണ് വിജയം. പാർലമെൻറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, അത് വെച്ചാൽ അതിൽ നിന്നുള്ള വലിയ തിരിച്ചടികൾ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും ഈ പ്രവർത്തനങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ലേ? ഞാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഓവർ കോൺഫിഡൻസ് ഞങ്ങൾക്ക് കുറച്ച് അപകടം ചെയ്തു എന്നാണ്. കാരണം പെൻഷൻ 2000 ആക്കി, 1000 രൂപ ഇതുപോലുള്ള സ്ത്രീ സുരക്ഷ പറഞ്ഞു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങളെല്ലാം അതങ്ങ് അറിഞ്ഞോളും, എന്നിട്ട് പിന്തുണച്ചോളും എന്ന് കുറച്ച് പേരെങ്കിലും വിചാരിച്ച് കാണും. കാരണം ഞങ്ങൾ ചെയ്യേണ്ട ജോലി, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇതിനേക്കാളും അങ്ങനെ ചെയ്യുക. പക്ഷേ എപ്പോഴും ഈ പണം കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് പ്രത്യേക പദ്ധതി കൊടുത്തു എന്നുള്ളതല്ല പൊളിറ്റിക്സ്. എത്ര കൊടുത്താലും കൊടുത്തില്ലെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആളുകളുടെ മനസ്സിലേക്ക് അത് എത്തിക്കുന്നുള്ള ഉറക്കമുണ്ട്. പഴയതുപോലെ തന്നെ ഉള്ള ധാരാളം ജനസംഖ്യയില്ല, നാട്ടിൽ ചെറുപ്പക്കാരുടെ കുറവുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ശൈലി വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുള്ള ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളെങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട വർക്ക് നമ്മൾ ചെയ്യണം. ഞങ്ങൾ ഇതിൻ്റെ കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ ഇത്രയും ചെയ്യുകയാണ്, ഇന്ത്യ ഗവൺമെൻറ് ഇതാണ് ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് ആ കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ്. വേണമെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇതുപോലെ ഒന്നും പരിഗണിക്കാതിരിക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞത് അഷ്വേർഡ് പെൻഷനും അതുപോലെ ശമ്പള പരിഷ്കരണവും അതിൻ്റെ DA കൊടുക്കുന്നത്, അതും കൊടുക്കാൻ തീരുമാനിച്ചു. സാമ്പത്തികമായിട്ട് ഇപ്പം നിൽക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ചെയ്തത്. അത് അങ്ങനെ തന്നെ കൊടുക്കേണ്ട വിമർശനവും വരുന്നുണ്ട്. നമുക്ക് അഷ്വേർഡ് പെൻഷനും അതുപോലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 10 വർഷം കൊണ്ടാണോ, ഇല്ലെങ്കിൽ ഈ 5 വർഷത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണോ നമ്മൾ ഈ കാര്യം പ്രഖ്യാപിക്കേണ്ടത്? അഷ്വേർഡ് പെൻഷൻ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ വസ്തുതയില്ല. കാരണം അഷ്വേർഡ് പെൻഷൻ നേരത്തെ പ്രഖ്യാപിച്ചാലും ഇപ്പോൾ പ്രഖ്യാപിച്ചാലും എഫക്റ്റ് ഒന്നും തന്നെയാണ്. അഷ്വേർഡ് പെൻഷനകത്ത് അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പറ്റും.
നേരത്തെ 10% എംപ്ലോയിയും 10% എംപ്ലോയറും കൊടുക്കുന്നത് മാത്രം എടുത്തിട്ടാണ് പെൻഷൻ. അപ്പോൾ ഒരു ഏറ്റവും ലാസ്റ്റ് പെൻഷൻ ആയ ആൾ ചിലപ്പം സർവീസ് ഓവറാണെങ്കിൽ 2000-3000 രൂപയൊക്കെ പെൻഷൻ കിട്ടുക. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, കുറച്ചുകൂടി ആ കാര്യം സ്റ്റഡി ചെയ്ത് അപ്പോൾ ബാധ്യത 10-20% കൂടെ അധികം വരും. എങ്ങനെയാണിത് മാനേജ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മറ്റ് സ്റ്റേറ്റുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. ആദ്യഘട്ടത്തിൽ രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഒക്കെ ചെയ്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുത്തില്ലല്ലോ. PFRDA പൈസ കൊണ്ട് കിട്ടിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അത് ഇതിനകത്ത് ഈ ലാസ്റ്റ് വർഷമായി എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക ബാധ്യത അധികം വരാതിരിക്കുക ഒന്നുമില്ല. പെൻഷൻ്റെ കാര്യത്തിൽ അതില്ല. ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞ കാര്യമുള്ളത്. ശമ്പള പരിഷ്കരണം കഴിഞ്ഞ പ്രാവശ്യവും 2021 ഏപ്രിൽ 1 ശമ്പള പരിഷ്കരണം വന്നത്, എഫക്റ്റീവ് വന്നത്. 2021 ഏപ്രിൽ 6 ആയിരുന്നു ഇലക്ഷൻ. പക്ഷേ ഈ വന്നതിന്റെ ക്ഷീണം മാറാൻ നമുക്ക് പിന്നെ 3 വർഷം എടുത്തു. മൂന്നല്ല അതിൻ്റെ ക്ഷീണം തീരാൻ 5 വർഷം എടുത്തു പേയ്മെൻറ്റ് കൊടുത്തു തീർക്കാൻ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആകെയുള്ള ബാധ്യത ഞാൻ പറഞ്ഞു അതായിരുന്നു കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ DA ആണ് കൊടുക്കാനുള്ളത്. അത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ശമ്പള കമ്മീഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ബജറ്റിൽ? കേരളത്തിൽ സാധാരണ 5 വർഷത്തിൽ ശമ്പള പരിഷ്കരണം എന്നുള്ള നയം പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അത് ചെയ്യുന്നത്. പക്ഷേ മോഹൻദാസ് കമ്മീഷൻ പറഞ്ഞത് 10 വർഷം കഴിയുന്നതിന് മുന്നേ ഇനി ഒരു ശമ്പള കമ്മീഷന് വേണ്ടി ആലോചിക്കരുതെന്നുള്ള രീതിയിലൊരു ശുപാർശ കമ്മീഷൻ പറഞ്ഞാൽ അതൊഴിച്ച് ബാക്കിയെല്ലാം സർക്കാർ അംഗീകരിച്ചു. അത് അംഗീകരിച്ചില്ല, അതൊഴിച്ച് ബാക്കിയെല്ലാം അംഗീകരിച്ചു. അതാ. അപ്പം ഇനി അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇതൊക്കെ നടക്കുന്ന സമയത്ത് പോലും പ്രതിപക്ഷമാണെങ്കിലും ബാക്കിയുള്ള സാധാരണ ജനങ്ങളാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനങ്ങളുള്ള സമയത്ത് ഈ ബജറ്റും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടതാണ്. അതാണ് കാരണം തോമസ് ഐസക്കിൻ്റെ മുതലുള്ള റെഫറൻസ് എടുത്തുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്. ആ സമയത്താണ് ഈ ശമ്പള കമ്മീഷൻ ഉൾപ്പെടെ നടപ്പാവുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ അത് ഇനി തുടർഭരണം വന്നേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു അടുത്ത വർഷത്തേക്കുള്ളൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഈ ബജറ്റിനെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ശരിക്കും അത് അത്ര പ്രാക്ടിക്കലി ഇതാണോ അതോ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണോ? സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളും പ്ലാനും ഒന്നും നോക്കിയിട്ടല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ ഫണ്ട് വേറെ ജനറൽ നോക്കിയോ ഇതുപോലെ കുറച്ച് കാര്യം ഒഴിച്ചാൽ ഈ സ്ത്രീ സുരക്ഷ നേരത്തെ അനൗൺസ് ചെയ്തതാണ്, പെൻഷൻ നേരത്തെ അനൗൺസ് ചെയ്തതാണ്. പുതുതായിട്ട് വന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ. ശമ്പള പരിഷ്കരണം ചെയ്യുന്നതിനകത്ത് തടസ്സമില്ല, ഞങ്ങളുടെ സമീപനം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അത് 5ാമത്തെ വർഷം ആകുമ്പോഴേക്കും അത് പറയണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഴുവൻ DAയും കൊടുത്ത് തീർക്കും എന്ന് പറഞ്ഞാൽ കുടിശ്ശിക പിന്നെ കൊടുത്തു തീർക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റായ തീരുമാനമാണെന്ന് പറയാൻ പറ്റത്തില്ല. 10 വർഷം ആക്കുന്നെങ്കിൽ പൊതുവിൽ ആലോചിച്ച് 10 വർഷം ആക്കേണ്ടത് ഭാവിയിലാക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെ കമ്മിറ്റഡ് ആയിരുന്നു ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്ന. കമ്മീഷൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഗവൺമെൻറ് ആ ഒരു ഭാഗത്തിനകത്ത് അങ്ങനെ എടുത്തില്ല. ഇടതുപക്ഷം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക വികസനവും രാഷ്ട്രീയവും പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ അല്ലാത്ത കുറേ ചർച്ചകളും നമ്മുടെ ഒരു മുഖ്യധാരയിൽ വരുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട പല ചർച്ചകളും വരുന്നുണ്ട്. ഇത് ശരിക്കും പാർട്ടിക്കും നമ്മുടെ കേരളത്തിനുൾപ്പെടെ സംസ്ഥാനത്തിനുമൊക്കെ ഗുണകരമായിട്ട് വരുമോ? അല്ല, അത് ശരിയല്ല. കാരണം വികസനവും രാഷ്ട്രീയവും നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് പെട്ടതാണ് ഈ വർഗീയതയ്ക്കൊക്കെ എതിരെയുള്ള ഫൈറ്റ്. അത് വർഗീയതയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങളെല്ലാം പറയാറുണ്ട്. ഞാൻ ബഡ്ജറ്റിനകത്ത് തന്നെ വർഗീയതയുടെ പരാമർശം പറഞ്ഞു. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്സാണ്. ഞാൻ പറഞ്ഞു വിശ്വാസം എപ്പോഴും ഞങ്ങളുടെ അവസാനത്തെ ഇടതുപക്ഷ പ്രവർത്തനം ഉള്ളതുവരെ വിശ്വാസികളുടെ ജനകീയ അവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. പക്ഷേ വിശ്വാസവും വർഗീയതയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ കൃത്യമായി പറഞ്ഞു. അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാവർക്കും നല്ലത് വരണമെന്ന് പറയുന്നത് വിശ്വാസമാണ്. അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് എൻ്റെ അപ്പുറത്തുള്ളവന് നാശം ഉണ്ടാവണം, അവൻ മരിച്ചു പോകണം, അവനെ ശരിയാക്കണം എന്ന് പറയുന്നത്, അവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകണം എന്ന് പറയുന്നത് സാധാരണ ഈ ക്ഷേത്രത്തിലോ അമ്പലത്തിലോ പ്രാർത്ഥിക്കുന്നതല്ല. അത് വേറൊരു സ്ട്രീമാണ്. അപ്പോൾ വിശ്വാസികൾ ലോകത്തെല്ലാവർക്കും നല്ലത് വരണമെന്നാണ് പറയുന്നതെങ്കിൽ ഈ വർഗീയവാദി നമുക്ക് ഇഷ്ടമല്ലാത്തവരെയൊക്കെ തട്ടിക്കളയണം അല്ലെങ്കിൽ അവർ തകരണം, അവർ പരാജയപ്പെടണമെന്ന് ചിന്തിക്കുന്നതാണ് പരസ്പരം. അപ്പോൾ പരസ്പരം ഈ വർഗീയത ശക്തിപ്പെട്ടാൽ പൊതു പ്ലാറ്റ്ഫോമിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും പ്രവർത്തനത്തിനും പാർട്ടികൾക്കും പ്രസക്തിയില്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് വർഗീയത ഉണ്ടാക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വല്ലാതെ ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ആ കാര്യം ഞങ്ങൾ പറയാറുണ്ട്. നേതാക്കന്മാർ പറയും അവരുടെ ഭാഷ എന്താണ്, അവരുടെ രീതി എന്താണെന്നൊക്കെയുള്ള വ്യത്യസ്തമായ കാര്യമാണ്. ആ പൊളിറ്റിക്സ് ഏത് കാലത്തും പറയാറുണ്ട്. ഇപ്പോൾ EMS ശരീരത്തിനെതിരെ പണ്ട് പറഞ്ഞത് വലിയ വിവാദമായത് ഓർമ്മയുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ.
അന്ന് 2 കെട്ടും 4 കെട്ടും EMSന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയ ഒരു കാലമൊക്കെ. അതെ. പക്ഷെ എന്നാലും കുറച്ച് കടന്നുപോയില്ലേ പലപ്പോഴും ഉള്ള പ്രതികരണം എന്നുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വർഗീയത സംബന്ധിച്ചിട്ടുള്ള. ഇല്ല, വർഗീയത സംബന്ധിച്ച് കടന്നു പോകാത്ത കാര്യങ്ങൾ പറയണമെന്നാണ് പിന്നെ പൊതുവെ പാർട്ടിയുടെ ലൈൻ. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയണമെന്നാണ്. പക്ഷെ പറയുമ്പം വർഗീയതയുടെ ലാഞ്ചനേ വരുന്നത്. അതാണ് പറയുമ്പം അതിൻ്റെ ജെന്യുവിനായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിലാണ് നമ്മൾ സാധാരണ പറയുക. പിന്നെ മാധ്യമങ്ങൾ ഒരു സൈഡൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് VSൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. VS എന്ന് പറഞ്ഞിട്ടൊരു CMനെ, ഒരു മുഖ്യമന്ത്രിയെ സാർ കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടും ഇരിക്കുന്നു. ഈ 2 നേതാക്കൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഈ 2 നേതാക്കളുടെ കൂടെ പ്രവർത്തിച്ചപ്പോഴുള്ള കാര്യങ്ങൾ അനുഭവം എങ്ങനെയായിരുന്നു? ഒന്ന്, അനുഭവത്തെക്കാളും എങ്ങനെയാണ് ഈ 2 നേതാക്കളുടെ ശൈലി? ഗവേണൻസ് എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണ് ഇവർ? 2 പേരുടെ അടിസ്ഥാന ഘടകം അവർ 2 കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതും, പഴയ ഒരു സ്കൂളിൽ നിന്ന് VS 40s സ്കൂളാണ്, 60കളുടെ സ്കൂളെന്ന് പറയാം പിണറായി. എന്നുവെച്ചാൽ അദ്ദേഹം 60കളുടെ അവസാനം, എന്നുവെച്ചാൽ 67, 68 ആ സമയത്ത്, 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിൻ്റെ സമയത്തൊക്കെ പിന്നെ ചെറിയ വിദ്യാർത്ഥിയായി വന്ന ആളാണ്. ഇപ്പോൾ 2 പേരുടെയും ജീവിതത്തിനകത്ത് പൊതുവിൽ ഫൈറ്റിൻ്റെ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പഴയ ഫൈറ്റിൻ്റെ ഒരു സ്വഭാവമുണ്ട്. താഴെ സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റിനെ പറ്റി അവർ നല്ല കമ്മിറ്റഡാണ്. ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല 2 പേരും തമ്മിൽ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരുടെ എല്ലാം പ്രത്യേകത അവരുദ്ദേശിക്കുന്ന നമ്മുടെ പൊതുവിൽ LDF അംഗീകരിക്കുന്ന നയപരിപാടികൾ, പൊതുവെ ഞങ്ങളുടെ LDF ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയും LDFും ഒക്കെ പറയുന്ന പൊതുകാര്യങ്ങളുണ്ടല്ലോ, പൊതുവിൽ അംഗീകരിച്ച ലൈൻ, അത് നടപ്പിലാക്കുന്നതിന് വളരെ കൃത്യമായിട്ട് നടത്തുന്ന പ്രവർത്തനമാണ്. അപ്പോൾ അത് വ്യത്യസ്തമായ വ്യക്തിപരമായ ചില സ്വഭാവവിഷയം ഘർഷങ്ങൾ ഇവർക്കെല്ലാം ഉണ്ടെന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പം പൊതുവായ ലൈനിനകത്ത് വ്യത്യാസമില്ല. ഗവേണൻസിൻ്റെ കാര്യത്തിൽ 2 പേരും ഈ കൃത്യമായി ഗവേണൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന ആളുകളാണ്. കുറച്ചുകൂടി ഇപ്പോഴത്തെ കാലത്താണ് മുഖ്യമന്ത്രിയായി പിണറായി വന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതികവിദ്യയും അല്ലെങ്കിൽ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ്. VS 2006 എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ദീർഘകാലമായ പഴയ ജീവിതകാല അനുഭവത്തിൻ്റെ ഉൾപ്പെടെ വെച്ചിട്ടുള്ളതാണ്. അത് ഈ പുതിയ സാങ്കേതികവിദ്യയെക്കാളും കൂടുതൽ വന്ന് ആ 2006 ഇത്രയും വലിയ ടെക്നോളജി സംഗതിയില്ല. അപ്പോൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ 2 പേരും ഒരുപോലെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായ കാര്യം നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിനകത്ത് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാലൊന്നും കൂസാറില്ല. 2 പേരുടെയും പ്രത്യേകത അതാണ്. നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനൊന്നും ശരിയാണെന്ന് ബോധ്യപ്പെട്ടൊരു കാര്യത്തിനകത്ത് പിന്നെ അത് പരാജയപ്പെട്ട അങ്ങനെ പോകുക അങ്ങനെയൊന്നുള്ള ലൈനില്ല. കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം എന്നുള്ള ഒരു അർത്ഥത്തിൽ അറിയാവുന്ന ആൾക്കാരല്ലാതെ ഇപ്പോൾ അവർ ജെൻസി, മില്ലിനിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികൾ പല രീതിയിൽ പല ജനറേഷനായിട്ട് തിരിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ എങ്ങനെയാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തെയും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ കാണുന്നതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എപ്പോഴും പരിശോധിക്കുകയോ ഇല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഒരു ഇലക്ഷനെ ഇല്ലെങ്കിൽ പാർട്ടിയെ കാണുന്നതെന്നൊക്കെയുള്ള ഈ ശാസ്ത്രീയമായ പരിശോധന എന്ന നിലയിൽ അല്ലെങ്കിലും കൃത്യമായി ഇതൊക്കെ അസസ് ചെയ്യുന്ന ആളല്ല ഞങ്ങളെല്ലാം. ഈ പുതിയ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ ജൻസി ഇല്ലേ, നമ്മുടെയൊക്കെ മക്കളൊക്കെ ജൻസി പെടുന്നവരാണല്ലോ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സീരിയസാണ്. പക്ഷേ വ്യവസ്ഥാപിതമായ പത്രം വായിക്കുക, ന്യൂസ് കാണുക, അങ്ങനത്തെ രീതിയല്ല പല പുതിയ തലമുറയ്ക്കും. പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അവർക്ക് നല്ല ലോകത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാം. നമ്മൾ കാണുന്ന പോലെ അല്ല പലപ്പോഴും കാണുന്നത്. എന്നാൽ തെറ്റായ കാര്യങ്ങൾക്കെതിരെ നല്ലപോലെ ഒരു പ്രതികരണമുള്ളവരും അവർ. ഇപ്പോൾ പ്രളയം പോലെയും കോവിഡ് പോലെയൊക്കെ സമയമുള്ളപ്പോഴത്തേക്ക് നേരിട്ട് വോളണ്ടറി വർക്കിന് വരുന്നതിനും അവർക്ക് മടിയില്ല. പിന്നെ കാലത്തിൻ്റെ തിരക്ക് കാരണം പഴയതുപോലെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് ഒക്കെ ഇരിക്കുന്ന ആളുകളെ നല്ലപോലെ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയും അതൊരു കമ്മിറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന, കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന തരത്തിലേക്കുള്ള പ്രത്യേകതകൾ ഉണ്ടാവണം. പുതിയ ജനറേഷനെ എങ്ങനെ പൊതുരംഗത്തേക്ക് കൂടുതൽ സജീവമായി ക്രിയാത്മകമായി എത്തിക്കാമെന്നുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിലുപരിയായിട്ട് പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഴുവൻ സമയം എന്നല്ല, പക്ഷേ കുറച്ചുകൂടെ അവർക്ക് അവയർനെസ് വേണം. അവയർനെസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വഴി വരും. പക്ഷേ ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയ കാര്യങ്ങൾ നോക്കുന്ന തരത്തിലേക്ക് അവരാണല്ലോ അടുത്ത ജനറേഷൻ, അടുത്ത ഭാവി. അപ്പോൾ അവർ തീരെ ഇല്ലെന്നല്ല, പക്ഷേ അവർ ഇക്കാര്യത്തെ പറ്റി ചിന്തിക്കാതെ അറിയാതിരുന്നാൽ എങ്ങനെ മുന്നോട്ട് പോവുക? ഇപ്പം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അമേരിക്കയുടെ ട്രംപിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരാറുകൾ സംബന്ധിച്ചുള്ള ഒരഭിപ്രായം. വാസ്തവത്തിൽ ആ കരാർ നടപ്പിലായ ഉണ്ടാകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കാർഷിക രംഗം, ഇന്ത്യയിലെ കാർഷിക രംഗം, മറ്റ് രംഗങ്ങളൊക്കെ തകരും. ആ തകർന്നതിന് ശേഷം നമ്മൾ കയ്യാലിട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് അപകടകരമായ കാര്യമാണ്. ഇന്ത്യ വലിയ പുരോഗതി ഉണ്ടാകും. പണ്ട് ഘാട്ടിൻ്റെ സമയത്തും മറ്റ് കരാറുകളുടെ കാര്യത്തിലും വേൾഡ് ബാങ്ക് മറ്റേ ചില പ്രത്യേക സ്കീമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു
വലിയ തകരാറില്ലാതെ ഇത് നടക്കുക എന്നുള്ളതല്ല, പലപ്പോഴും തകരാറോട് കൂടിയാണ് ഈ സംഗതി വന്നത്. ഇതൊന്നും വന്നാൽ കുഴപ്പമില്ല എന്നല്ല, കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ അത്തരത്തിൽ ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്നാൽ കളക്റ്റീവായിട്ട് ചില വലിയ അജിറ്റേഷൻ ഈ ജനസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ ഈ സബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇപ്പം തോന്നുന്നൊരു ഇമ്പ്രഷൻ ആയിരിക്കത്തില്ല, കുറച്ചുകൂടി അതിൻ്റെ ഒരു കാര്യം ഹോളിസ്റ്റിക്കായി മനസ്സിലാക്കണം. ഒരു ഹോളിസ്റ്റിക്കായ ഒരു കാര്യത്തെപ്പറ്റി അവയർനെസ് ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയേ പറ്റൂ. ഞാൻ ജെൻസിയും എല്ലാത്തവരും പറഞ്ഞില്ല, ജെൻസിയെക്കാളും ആണ് ഇപ്പോഴത്തെ കുറേ സീനിയേഴ്സ് ആയിട്ടുള്ളവരും. ചിലപ്പോൾ അവർക്ക് കിട്ടുന്നൊരു സോഷ്യൽ മീഡിയയിൽ നിന്നോ ഇത് കിട്ടുന്ന കാര്യത്തിൽ നിന്ന് മാത്രമായിരിക്കും അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. കേരളത്തിൽ ലാസ്റ്റ് മിനിറ്റ് ഒരു ക്യാമ്പയിൻ വരിക, ആ ക്യാമ്പയിന് സോഷ്യൽ മീഡിയ നമ്മൾ അറിയത്തേ ഇല്ല, വലിയ തോതിൽ ആളുകളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതി പോയാൽ ഡെമോക്രസി വല്ലാത്ത ചില അപകടകരമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെല്ലുവിളിയാണ്. അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം നിലവിലുള്ള വ്യവസ്ഥാപിതമായ പബ്ലിക് ലൈഫിലെ പൊതു സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് മാറി സ്കാറ്റേഡായി പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ലോകത്തെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസോ അല്ലെങ്കിൽ അത്തരം ഐഡിയോളജിയോ സാമ്രാജ്യത്വം എന്നൊക്കെ ഞാൻ പറയുന്നില്ല, സാമ്രാജ്യത്തിൻ്റെയൊക്കെ പൊതുവായ താല്പര്യം ആളുകളെ സ്കാറ്റേഡ് ആക്കുകയാണ്, കാര്യങ്ങളെപ്പറ്റി ധാരണയില്ലാതാക്കുക. അത് ലോങ് റണ്ണിൽ ഗുണം ചെയ്യില്ല. അപ്പോൾ വാസ്തവത്തിൽ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരു പരിഭ്രമകരമായ അവസ്ഥയിലേക്കാണ് കാണുന്നത്. ആശങ്ക മാത്രമല്ല, പരിഭ്രമിക്കേണ്ട സ്ഥിതിയിലാണ്. ഒരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻറ്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ട് പോകുന്നു, ജയിലിലിടുന്നു. വേറൊരു രാജ്യത്തെ ഞങ്ങൾക്ക് തന്നില്ല, ഞാൻ എടുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നേരത്തെ പറ്റുമായിരുന്നില്ല. മുമ്പായിരുന്നെങ്കിൽ ഇതിനെതിരെ അതിശക്തമായ പബ്ലിക് പ്രൊട്ടസ്റ്റ് വന്നേനും. യൂറോപ്പിലും മറ്റും വരുന്നുണ്ട്, എന്നാൽ ഇന്ത്യയിൽ അത്രയും വരുന്ന അഭിപ്രായം എനിക്കില്ല, എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ വീടിനടുത്തുള്ള ജനാധിപത്യം മാത്രമൊന്നുമല്ല. ജനാധിപത്യം ഒരു മൂല്യം ലോകത്താകെ നിൽക്കുന്നതാണ്. ആ ജനാധിപത്യത്തിൻ്റെ അകത്തുനിന്ന് വല്ലാത്തൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും താഴോട്ട് ബാധിക്കും. അതൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലം തന്നെയാണ്. ജെൻസി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നല്ല പൊളിറ്റിക്സ് ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഉണ്ടാവും ഞാൻ കരുതുന്നത്. ആ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ പാർട്ടിയല്ല ഞാൻ പറയുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോട്. എൻ്റെ വീട്ടിലെ ജെൻസികളുടെ സ്വഭാവം എന്താ? എൻ്റെ വീട്ടിലെ ജനസികളൊക്കെ പൊതുവിൽ നമ്മുടെ പൊളിറ്റിക്സൊക്കെ അംഗീകരിക്കുന്നവരാണ്, കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴൊക്കെ. എന്നാൽ അവർ പിന്നെ എൻ്റെ എനിക്ക് മോനും ഉണ്ട്. മോള് മൂത്തതാണ്. മോള് പിന്നെ SFIയുടെ പ്രവർത്തകയായിരുന്നു, ഇവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. മോൻ ഇപ്പം എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് ഇയറാണ്. അത്രയും സജീവമായിട്ടില്ല അവരുടെ ക്യാമ്പസിലേ അല്ല, എന്നാലും കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാമെന്നല്ലാതെ അല്ലാതുള്ള വലിയ ഇൻവോൾവ്മെൻറ്റിനുള്ള അവസരം വരുമ്പം അവരിടപെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ. അവർ തീരെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരല്ല, പക്ഷേ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യാനായിട്ട് പോവും, വീട്ടിനകത്തും പുറത്തും അവർക്ക് അഭിപ്രായമുണ്ട്. ഈ തവണ ഇലക്ഷനിൽ മത്സരത്തിന് ഇറങ്ങുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെയും മത്സരത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്കാണല്ലോ. അത് കടന്നു ചോദിക്കാം. അഥവാ മത്സര രംഗത്തുണ്ടെങ്കിൽ ഐഷ പോറ്റി, അതായത് ഇത്രയും കാലം സഹപ്രവർത്തകയായിരുന്ന ഐഷ പോറ്റിയാണ് എതിർവശത്ത് എതിരാളിയായിട്ട് നിൽക്കുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പുകളെ നമ്മൾ കാണുന്ന രാഷ്ട്രീയമായിട്ടാണല്ലോ. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഒരാൾ ഇടതുപക്ഷമല്ലാതെ മാറി ഇടതുപക്ഷത്തിൻ്റെ പുരോഗമനാശയങ്ങളെയൊക്കെ തകർക്കാൻ നിന്നിരുന്ന നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ ഈ ആശയങ്ങളെ തകർക്കാൻ നിന്നിരുന്ന ആളുകളുടെ കൂടെ പോയി ചേർന്ന് കോൺഗ്രസ് ആവുക എന്ന് പറയുമ്പം പഴയ ഇടതുപക്ഷത്തൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾ കോൺഗ്രസ് ആയിക്കഴിഞ്ഞാൽ വളരെ റയറായിട്ട് അത്തരം കാര്യങ്ങൾ സംഭവിക്കാറുള്ളൂ. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമ്മുടെ വീട്ടിലെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ എല്ലാ സൗകര്യങ്ങളും എല്ലാ പരിഗണനയും കിട്ടുന്ന ഒരാൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നേരെ അപ്പുറത്ത് പോയി നമ്മുടെ വീടുകൾ എടുക്കുക. നമ്മുടെ വീട്ടിലെ ബാക്കി സഹോദരിമാരും അമ്മയും വീട്ടുകാരെല്ലാം ഉണ്ട്. നേരെ അപ്പുറത്ത് പോയി നമ്മളെ തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ കൂടാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷമവും ഒരു വല്ലാത്തൊരു അതിനെ സംബന്ധിച്ച് ആളുകളുടെ മനസ്സിലെന്താ തോന്നുക, അത്രയും തെറ്റായ കാര്യം ചെയ്യാൻ പാടില്ലെന്നല്ലേ തോന്നുന്നു. അത് ആളുകളുടെ മനസ്സിലുണ്ടാവും. വ്യക്തിപരമായ അടുപ്പവും ബന്ധമെല്ലാം ഉള്ളതല്ലയോ, അതിനകത്തൊന്നും അതൊക്കെ നേരത്തെ നമുക്കുണ്ടായിരുന്നതാണ്. 3 തെരഞ്ഞെടുപ്പ് അവർ മത്സരിച്ച 3 തെരഞ്ഞെടുപ്പിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ആളാണ്. അങ്ങനെ ചുമതലയുണ്ട്. ഞാൻ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കും മുതൽ. അപ്പോൾ ഇടതുപക്ഷത്തെ ഒരാളായി മത്സരിക്കുമ്പോൾ അവരെ തകർക്കാൻ വേണ്ടി എത്രയോ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കോൺഗ്രസിൻ്റെ കൂടെ പോകുമ്പം അത് അവർ സ്വയം തീരുമാനിച്ചേക്കുന്നൊരു കാര്യമല്ലേ, അത് അവരുടെ രാഷ്ട്രീയമാണെന്ന് കാണുമെന്നല്ലാതെ വേറെ കാര്യമല്ല. ജനങ്ങളെല്ലാം അതിനെ അങ്ങനെയല്ലേ കാണുക. ഈ കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായമുള്ള ആളുകളാണ്. രാഷ്ട്രീയത്തിനകത്തു നിന്നുണ്ടാകും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ അളക്കുന്നതും അത് അത്തരത്തിലാണ് ഉണ്ടാവുക. ഇനി അടുത്ത
ഭരണ തുടർച്ച ഉണ്ടാവും എന്ന് കരുതുന്നുണ്ടോ? ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്ന തരത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നതായി കരുതുന്നത്. കാരണം അതിശക്തമായ കള്ളക്കഥകൾ പലതും UDF പറഞ്ഞുകൊണ്ടിരുന്നു, അത് പലതും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളല്ല ഇടതുപക്ഷം, ജനങ്ങൾക്ക് നൽകുന്ന ആക്ച്വലായിട്ടുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇടതുപക്ഷത്തിന് തന്നെ പിന്തുണ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷം വന്നാൽ ഇനി ധനമന്ത്രിയായിട്ട് ഉണ്ടാകുമോ നമ്മുടെ കൂടെ? ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തുടർന്ന് വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആ സമയത്ത് ഇടതുപക്ഷം മുന്നണി ആലോചിക്കുന്നതല്ലേ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകളും ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി.